എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് 186-ാമത്തെയാണ്. ഈ ബുക്ക് റിവ്യൂയെ സംബന്ധിച്ചവരെ 36-ാമത്തെ വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇത് 11-ാമത്തെ അധ്യായത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ വീഡിയോ. അതിൻ്റെ അടുത്ത 2 വീഡിയോ, 4 വീഡിയോ ഒരേ ചാപ്റ്ററിനെ കുറിച്ച് ചെയ്യുന്നു. ഓക്കെ, പക്ഷേ കുറച്ച് ലെങ്ത് കുറച്ചിട്ടുണ്ട്. ഇപ്പം ഇതിൽ നേരത്തെ ഉള്ള വീഡിയോയിൽ, ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ എന്തോ കണ്ടു? വിജയിക്കുന്നു എന്ന് വെച്ചാൽ എന്തുവാ, അതിന് എന്തൊക്കെ ചെയ്യണം, 3 സ്റ്റെപ്സ്, അത് നമ്മൾ കണ്ടു. ഇതിൽ തിരിച്ചും അതേ സക്സസ്സിനെ കുറിച്ചാണ് പറയുന്നത്. വിജയം എന്ന് വെച്ചാൽ എങ്ങനെ ചില മേഖലകളിൽ നമുക്ക് വിജയിക്കാൻ പറ്റും, അതിനെന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചാണ്. ഓക്കെ, ഇതിൽ ദ മെഷർ ഓഫ് ട്രൂ സക്സസ്. ഇപ്പം വിജയകരമായ ഒരു ജീവിതം ജീവിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ, സ്വന്തം ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയാനാണ് പല കാര്യങ്ങൾ അദ്ദേഹം നമുക്ക് വഴി കാണിച്ച് തന്നിരിക്കുന്നത്. അപ്പം സത്യമായിട്ടും ഒരു സക്സസ്ഫുൾ ലൈഫാണെന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ഇരിക്കും? നേരത്തെ കണ്ട പോലെ തന്നെ സമാധാനം വേണം, സന്തോഷം വേണം, സംതൃപ്തി വേണം. അതൊക്കെയാണ് ഒരു വിജയകരമായിട്ടുള്ള ഒരു ജീവിതം നയിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ളതിൻ്റെ അടയാളങ്ങൾ. പക്ഷേ ഇതിൽ ചിലർ ഉണ്ടല്ലോ, അനധികൃതമായിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്നു, അൺഎത്തിക്കലായിട്ട്. അതായത് സൊസൈറ്റിയിലെ നോംസിന് പുറമെ ഏത് ചെയ്യാവോ അത് മാത്രമല്ല, ചെയ്യരുതാത്തതും കൂടെ ചെയ്യുന്നു. പല വഴികളിൽ കള്ളപ്പണം ഉണ്ടാക്കുന്നു, പല വഴികളിൽ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് പണം സമ്പാദിക്കുന്നു. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യുന്നവർ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ആൾക്കാർ ഇറങ്ങിയിരിക്കണം. അപ്പം അങ്ങനെയൊക്കെ ഒരുത്തൻ സമ്പാദിച്ചാൽ, അങ്ങനെയൊക്കെ ഒരുത്തൻ വലിയ ആളായാൽ, വലിയ റിച്ചായാൽ, പണക്കാരനായാൽ അവൻ്റെ പണം അവന് ഒട്ടത്തില്ല. അങ്ങനെ അനധികൃതമായിട്ട് ചേർത്ത് വെച്ച പണം അവന് ഒരു ദിവസവും ഒട്ടത്തില്ല. ഒടുക്കമെങ്കിലും അവൻ ചെയ്തത് തെറ്റാന്നുള്ളത് അവനെ അറിയിക്കും. അവൻ്റെ മനസ്സാക്ഷി അവനെ അറിയിക്കും, അവൻ്റെ ആത്മാ അവനെ അറിയിക്കും. അഥവാ അവനറിയാതെ പോയിക്കഴിഞ്ഞാൽ അത് അവൻ്റെ സന്തതികളെ ബാധിക്കും, അവനെ തന്നെ, അവൻ്റെ ജീവിതത്തിൽ തന്നെ ബാധിക്കും. ഇല്ല, അവനെങ്ങനെയോ രക്ഷപ്പെട്ടു, ഒടുക്കം വരെ അവൻ നല്ല തന്നെ ജീവിച്ചു. അപ്പോൾ മറ്റവർക്കൊക്കെ അത് കാണുമ്പം ജീവിതത്തിൻ്റെ പുറത്തേ ഒരു വിരക്തി ഉണ്ടാകും. വിരക്തി എന്ന് വെച്ചാൽ, അവൻ നോക്ക് കള്ളപ്പണം അടിച്ച് കൊഴുത്ത് കിടക്കുന്നു, അവന് ഒരു കുഴപ്പമില്ലല്ലോ, അവന് ദേഹാരോഗ്യമുണ്ട്, സന്തോഷമുണ്ട്, ഫാമിലിയുണ്ട്, എല്ലാം ഉണ്ട്. അവൻ അന്യായമായിട്ടാണ് പണം ഉണ്ടാക്കുന്നത്, എന്നാലും അവൻ്റെ ജീവിതത്തിൽ ഒരു കുറവുമില്ല. ഞാൻ നോക്ക്, ന്യായമായിട്ട് ഏതോ ചെയ്യുന്നു, നമുക്ക് എവിടെയും എത്തിപ്പെടാൻ പറ്റുന്നില്ല. അപ്പം എന്തുവാ ഇതിൽ? ഏതാ ന്യായം, ഏതാ അന്യായം? അപ്പം എവിടെ പോയി എന്നെ പടച്ചോൻ്റെ ന്യായമായിട്ടുള്ള കാര്യങ്ങളൊക്കെ? ഇതൊക്കെ എന്തുവാ? ഇതിലൊക്കെ വിശ്വസിക്കണോ? ഇതൊക്കെ ചുമ്മാതെയാണോ? ഐവാഷാണോ എന്നൊക്കെ കൂടെ നമുക്ക് തോന്നും. അത്രയ്ക്ക് അവൻ നല്ല രീതിയിൽ ജീവിക്കും. അതിന് പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളൊന്നും നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നില്ല. ജസ്റ്റ് മനസ്സിലാക്കിക്കൊള്ളുക, കെട്ട വഴിയിൽ, തെറ്റായിട്ടുള്ള വഴിയിൽ കാശ് സമ്പാദിച്ചാൽ പോലും അവൻ ഒടുക്കം വരെ സന്തോഷമായിട്ട് ജീവിച്ചാൽ അതിന് വേറെ പല കാരണങ്ങൾ കാണും. ഓക്കെ, എന്തായിരുന്നാലും ഒടുക്കം വരെ ഒരുത്തൻ അങ്ങനെ നല്ലതായിട്ട് ജീവിക്കാൻ പറ്റില്ല. ഒടുക്കം ഡെത്ത് ബെഡിൽ കിടക്കുമ്പോഴെങ്കിലും അവന്, മരണം സംഭവിക്കാൻ പോകുമ്പോഴെങ്കിലും അവന് മനസ്സിലാകും. അല്ലെങ്കിലേ അവന് മനസ്സിലാകും, നേരത്തെ അവൻ ചെയ്യുന്നത് തെറ്റാന്ന് അറിഞ്ഞൂടെ, അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൻ ചെയ്യുന്നത്. പക്ഷേ ആ ഒരു കാശിൻ്റെ ഒരു തിമിര്, എനിക്കെല്ലാം നേടിയെടുക്കാൻ പറ്റുമെന്നുള്ള ഒരു അഹങ്കാരം, അതിലവൻ അങ്ങനെ ജീവിച്ചു. പക്ഷേ ഒടുക്കം അവന് ലൈഫ് ഒരു പാഠം പഠിപ്പിച്ചിട്ടേ അവനെ കൊണ്ടുപോകത്തുള്ളൂ. അഥവാ അങ്ങനെ അവന് പഠിപ്പിച്ചാലും ശരി, പഠിപ്പിച്ചില്ലെങ്കിലും ശരി, അവൻ്റെ സന്തതികളെ അത് ബാധിക്കും, വല്ലാത്ത രീതിയിൽ ബാധിക്കും.
ഓക്കെ, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ നേരെ വാ നേരെ എന്നുള്ള രീതിയിൽ പണം സമ്പാദിക്കുക, വിജയകരമായിട്ടുള്ള ഒരു ജീവിതം ജീവിക്കുക. അനധികൃതമായിട്ട് പണം ഉണ്ടാക്കുമ്പോഴേ നമുക്ക് ശാന്തിയില്ല, പീസ് ഓഫ് മൈൻഡ് ഇല്ല. പീസ് ഓഫ് മൈൻഡ് ഇല്ലാത്ത ജീവിതം എന്തൊരു ഒരു വിജയകരമായ ജീവിതവും നമുക്ക് പറയാനൊക്കും? അത് സക്സസ്ഫുൾ ലൈഫ് അല്ലല്ലോ. അവിടെ എല്ലാം തീർന്നു ഇല്ലേ? ആ ഒരു സെൻറ്റൻസിലെ എല്ലാം തീർന്നു. ഓക്കെ, സോ നമ്മൾ എന്ത് തിങ്ക് ചെയ്യുന്നോ, നമ്മൾ എന്ത് വിചാരിക്കുന്നോ, നമ്മൾ എന്ത് ഫീൽ ചെയ്യുന്നോ, അത് അങ്ങനെയായിരിക്കും നമ്മളുടെ ജീവിതം. അപ്പം നല്ലത് ചിന്തിക്കുക, നല്ലത് കേൾക്കുക, നല്ലത് പറയുക, നല്ലത് ഫീൽ ചെയ്യുക. അപ്പം നമുക്ക് നന്മയെ കിട്ടത്തുള്ളൂ, നന്മയെ വരത്തുള്ളൂ. പിന്നെ ഒരു മനസ്സമാധാനമില്ലാതെ ഒരു വിജയിക്കുന്ന എന്നുള്ള ഒരു സംഗതി എവിടെയില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെ ആലോചിക്കണം. ഇപ്പം ഡോക്ടർ കുറേ ഉദാഹരണങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരാളെ അറിയാം. അവൻ പിക്ക് പോക്കറ്റുകാരനാണ്. അപ്പോൾ അവൻ ഉള്ളത് തുറന്ന് ഈ ഡോക്ടർ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർ മർഫി അടുത്ത്. അവൻ പിക്ക് പോക്കറ്റ് അടിച്ച് കുറേ പണം ചേർത്തു. അപ്പോൾ അവന് ഫ്രാൻസിലൊരു വീടുണ്ട്, ഇംഗ്ലണ്ടിലൊരു വീടുണ്ട്, നല്ല രാജകീയമായിട്ടുള്ള ഒരു ജീവിതമാണ് അവൻ ജീവിക്കുന്നത് വെളിയിൽ കാണാൻ. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവന് എന്നും ഭയമാണ്. പോലീസ് വന്ന് എന്നെ അറസ്റ്റ് ചെയ്യും, പോലീസ് എന്നെ വന്ന് പിടിക്കും, എന്നെ അറസ്റ്റ് ചെയ്യും, നാണക്കേടാണ് എന്നുള്ള ഭയം എന്നും അവന് മനസ്സിലുണ്ടായിരുന്നു. ഒടുക്കം എത്ര പണം സമ്പാദിച്ചിട്ടും അവന് ആ മനസ്സമാധാനം ഇല്ലാത്തതുകൊണ്ട് അവനെ എന്തോ ചെയ്തു, നമുക്കിതെല്ലാം പറ്റത്തില്ല, ഇനി എനിക്ക് നെഞ്ച് പൊട്ടുന്ന പോലുണ്ട്, ആ ഭയത്തിൽ ഇനി എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് അവൻ തന്നെ പോലീസിൽ പോയി സറണ്ടറായി. ഫോറിനിൽ നടന്ന കാര്യമാണ്. അവൻ സറണ്ടറായി, അവനെ ജയിലിലിട്ടു. അവനായിട്ട് പോയി സറണ്ടറായതുകൊണ്ട് ജയിൽ വാസം പീരിയഡ് കുറച്ച് കുറഞ്ഞു. അവൻ വെളിയിൽ വന്നു. ആദ്യമായിട്ട് അവൻ വെളിയിൽ വന്നപ്പം അവൻ ആ ആത്മീയതയിലും മനോശാസ്ത്രത്തിലും കുറേ ആൾക്കാരെ കണ്ട് പല കാര്യങ്ങൾ പഠിച്ചെടുത്തു. എങ്ങനെ സമാധാനമായിട്ട് ജീവിക്കാം, എങ്ങനെ സക്സസ്ഫുള്ളായിട്ട് ജീവിക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച് ചോദിച്ച് മനസ്സിലാക്കി എടുത്തു. ഇതിൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ മനോശാസ്ത്രം, സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ആത്മീയതയിൽ. ഈ മനോശാസ്ത്രം അറിയാതെ ആത്മീയതയിലല്ലാതെ നമുക്ക് എവിടെയും നിലച്ച ഒരു സമാധാനം കിട്ടുകയില്ല. അപ്പോൾ അത് രണ്ടും അവൻ തേടിപ്പോയി പഠിച്ചു എടുത്തു. പിന്നെ നല്ല ഒരു ജോലിയിൽ ചേർന്നു. ലോ അബൈഡിങ് സിറ്റിസനായി. ലോ അബൈഡിങ് സിറ്റിസൺ എന്ന് വെച്ചാൽ സൊസൈറ്റിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് ജീവിക്കുന്ന ജീവിതം അവൻ തുടങ്ങി. അപ്പോഴാണ് അവന് സന്തോഷവും സംതൃപ്തിയും കിട്ടിയത്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഓരോരുത്തരുടെ ലൈഫിലും ഒരു മാറ്റം വരേണ്ടത്. അപ്പം എപ്പം അവൻ്റെ ജോലിയെ സ്നേഹിക്കുന്നോ അന്ന് അവന് നന്നായിട്ട് ചെയ്യാൻ പറ്റും. അപ്പം അവന് വിജയം അടുത്താണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല, മനോശാസ്ത്രം അറിയണം, അവൻ ചെയ്യുന്ന ജോലിയെക്കുറിച്ചുള്ള ആഴമായിട്ടുള്ള അറിവ് വേണം. അതേമാതിരി സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ് വേണം. ഓക്കെ, നമ്മൾ നല്ല ഒരു ജീവിതം ജീവിക്കണമെങ്കിൽ നമുക്ക് ആത്മീയതയിൽ കുറച്ചെങ്കിലും ഇൻട്രസ്റ്റ് വേണം. അതേമാതിരി ഒരുപാട് എക്സാമ്പിൾസാണ് തരുന്നത്. അപ്പം അവൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹി അഡ്മിറ്റഡ് ദ സീക്രട്ട് ഓഫ് ഹിസ് സക്സസ് വാസ് ഹിസ് എബിലിറ്റി ടു സീ ദ ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആണ്. ഇനിയൊരു കഥയാണ് പറയുന്നത്. കുറച്ച് നാളത്തിന് മുമ്പേ പബ്ലിഷായ ഒരു കഥ, ഒരു ആർട്ടിക്കിൾ. അതിൽ ഫ്ലാഗ്ലർ എന്നുള്ള ഒരു ഓയിൽ മാഗ്നറ്റ്. അപ്പം ഓയിൽ മാഗ്നറ്റ് ആണെങ്കിൽ എണ്ണ വ്യാപാരം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവൻ വലിയ ബിസിനസ് മാഗ്നറ്റാണ്. അപ്പം അയാൾ എങ്ങനെയാണ് ഇത്രയും വലിയ റിച്ച് ആയതെന്ന് വെച്ചാൽ, അയാൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം മനസ്സിൻ്റെ കണ്ണിൽ കാണും.
കണ്ട് 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 അതെല്ലാം സത്യത്തിൽ നടക്കും. അങ്ങനെയാണ് അവൻ റിച്ചായത്. അപ്പോൾ ഈ മനക്കണ്ണിൽ കാണുന്നതും എന്തുവാ, നേരെ സബ് കോൺഷ്യസ് അവൻ്റെ ഉപബോധ മനസ്സിലാണ് പോകുന്നത്. അപ്പോൾ ഒരു വലിയ ഇൻഡസ്ട്രി തുടങ്ങുന്നു, വലിയ വലിയ ലോറികളിൽ ഓയിൽ കളക്ട് ചെയ്യുന്നു, കൊണ്ടുവയ്ക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. ആ ഒരു ഫാക്ടറിയിൽ എന്തൊക്കെ ചെയ്യണോ അവിടെ സ്മോക്ക് വരുന്നു, ആളുകളെ നിർത്തുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു. അതെല്ലാം അവൻ ഇങ്ങനെ നല്ല വിസ്തരിച്ച് ഒരു പടമായിട്ട് മനക്കണ്ണിൽ ദിവസവും കാണും. അങ്ങനെ കണ്ട് 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 വന്നപ്പോഴത്തേക്ക് അവൻ്റെ വണ്ടർ മേക്കിംഗ് പവർ ഓഫ് ഹിസ് സബ് കോൺഷ്യസ് മൈൻഡ്, അവൻ്റെ ഉപബോധ മനസ്സ് അതിനെയെല്ലാം അതുപോലെ നടത്തി തന്നു. അങ്ങനെയാണ് നമ്മുടെ ഉപബോധ മനസ്സിനെ നമ്മളുടെ വിജയിക്കാൻ ഒരു പാർട്ട്ണറായിട്ട്, ഒരു പങ്കാളിയായിട്ട് ചേർക്കണം എന്ന് പറയുന്നു. അതിൽ അതായത് നമ്മുടെ ഉപബോധ മനസ്സിനുള്ള ക്രിയേറ്റീവ് ഫോഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കാത്ത രീതിയിലൊക്കെ അതിന് ചെയ്യാൻ പറ്റും. നമ്മൾ വിചാരിക്കുന്നതിനേക്കാട്ടിലും നല്ല രീതിയിൽ അതിന് മെച്ചപ്പെട്ട രീതിയിൽ അതിന് ചെയ്യാൻ പറ്റും സബ് കോൺഷ്യസ് മൈൻഡിന്. ഓക്കെ, അപ്പം ബിലീഫ് ഇതൊക്കെ നേരത്തെ കണ്ടതാണ്. നമ്മളുടെ പുറത്തുള്ള നമ്മൾക്ക് ഒരു സംഭവത്തിൽ, ഒരു സാധനത്തിൽ, ഒരാളിൻ്റെ അടുത്ത്, ഒരു ജോലിയുടെ പുറത്തുള്ള വിശ്വാസം, ആ വിശ്വാസമാണ് നമ്മളെ രക്ഷിക്കുന്നത്. അക്കോർഡിംഗ് ടു യുവർ ബിലീഫ് ഇറ്റ് ഈസ് ഡൺ അൺ ടു യു. അങ്ങനെയാണ് മാത്യു എന്ന് പറയുന്നത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അക്കോർഡിംഗ് ടു യുവർ ബിലീഫ് ഇറ്റ് ഈസ് ഡൺ അൺ ടു യു എന്ന് വെച്ചാൽ നീ എങ്ങനെ വിശ്വസിക്കുന്നോ, എതിൽ ഉറച്ച് വിശ്വസിക്കുന്നോ അതുപോലെ നിൻ്റെ ജീവിതം മാറും എന്നാണ് പറയുന്നത്. സോ അതുമാത്രമല്ല, ഇതിലൊക്കെ ഒരു ദൈവവിചാരമുള്ളത് നല്ലതാണ്. ഇതിൽ ഒരു ഇതുണ്ട്, ഇഫ് ഗോഡ് ഈസ് വിത്ത് യു ഹൂ ക്യാൻ ബി അഗെൻസ്റ്റ് യു. അപ്പം ദൈവത്തിൻ്റെ ആ അനുഗ്രഹം ഉണ്ടെങ്കിൽ കൃപ ചൊരിയണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ കാര്യം അതാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവാധീനം നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മളെ എതിർക്കാൻ ഈ ലോകത്ത് ആരുമില്ല എന്നാണ് പറയുന്നത് മർഫി. അതെ, ഇനി ഒരു 2 എക്സാമ്പിളും കൂടെ പറയുന്നുണ്ട്. അതായത് ഒരുത്തന് സിനിമയിൽ അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. പഴയ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു മൂവി ആക്ടർ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞ ഒരു സംഗതിയാണ് നമുക്ക് ബുക്കിൽ എഴുതുന്നത്. അതായത് അത് കൊച്ചു പയ്യനായിരുന്നപ്പോഴേ ഈ സിനിമയിൽ അഭിനയിക്കണമെന്നും വലിയ ആക്ടർ ആവണമെന്നും ഭയങ്കര ആഗ്രഹം. പക്ഷേ ആ കൊച്ചു പയ്യനായിരുന്ന സമയത്ത് അതിന് ഒരു വഴിയും ഇല്ല, അതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞും കൂടാ. ഇങ്ങനെ എന്ത് ചെയ്യാനാണ്? പക്ഷെ മനസ്സിൽ ആഗ്രഹം ഇങ്ങനെ ആളിക്കത്തിക്കൊണ്ടിരുന്നു. സബ് കോൺഷ്യസ് ലെവലിൽ ഭയങ്കര വലിയ ഒരു പേര് കേട്ട ഒരു സിനി സ്റ്റാർ ആവണം, മൂവി സ്റ്റാർ ആവണം എന്ന് പറഞ്ഞു. അപ്പം ഇവൻ എന്നും ആ മൂവി സ്റ്റാർ ആകുന്ന പോലെയും അവൻ്റെ പോസ്റ്ററെല്ലാം ഒട്ടുന്ന മാതിരിയും ഓരോ പോസ്റ്ററിലും അവൻ്റെ പല പല പോസുകളും അവൻ്റെ പേരുകളും ഒക്കെ വരുന്ന മാതിരിയൊക്കെ പല രീതിയിലും അവൻ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ എങ്ങനെയോ അവനൊരു എക്സ്ട്രാ ജോബ് കിട്ടി. അവൻ ചെയ്യുന്ന ജോലിയിലല്ലാതെ ഒരു എക്സ്ട്രാ ജോബ് കിട്ടി. ഈ മോഷൻ പിക്ചേഴ്സ് ചെയ്യുന്ന, ഈ സിനിമ എടുക്കുന്ന ഒരു ഫീൽഡിൽ തന്നെ അവനൊരു ചെറിയ ജോബ് കിട്ടി. അതിൽ പിടിച്ച് കയറി അവൻ ഇന്ന് വലിയ ഒരു സിനി ആക്ടറായി. അപ്പം അതിൻ്റെ അർത്ഥം എന്തുവാന്ന് വെച്ചാൽ അവൻ്റെ ഉള്ളിൻ്റെ ആഗ്രഹം, ആ മനക്കണ്ണിൽ കാണുന്നത്, ആ കാഴ്ചപ്പാട്, അവൻ്റെ കാഴ്ചപ്പാട് എങ്ങനെയും ഞാനൊരു വലിയ ആക്ടർ ആവണം, എൻ്റെ സിനിമാക്കളിലെല്ലാം എൻ്റെ സിനിമ വരണം, സിനിമാ തിയേറ്ററിലെല്ലാം എൻ്റെ സിനിമ ഇടണം, പോസ്റ്ററിലെല്ലാം എൻ്റെ പേര് വരണം, എൻ്റെ പല സീൻസ് അതിനകത്ത് വരണം എന്ന് അവൻ അത് വിചാരിച്ചിരുന്നപ്പോഴത്തേക്ക് അവൻ്റെ ആ സ്വപ്നം യാഥാർത്ഥ്യമായി. അത്രയേ ഉള്ളൂ. അതേമാതിരി ഒരു ഫാർമസിയുടെ കാര്യം, ഒരു ഫാർമസിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഫാർമസിസ്റ്റ് കണ്ടപ്പോൾ ഇദ്ദേഹം സംസാരിക്കുന്നു. ഒരു 30 വർഷത്തിന് മുമ്പേ ഉള്ള കാര്യം, അതായത് ബുക്ക് എഴുതുന്നതിന് 30 വർഷത്തേക്കുള്ള മുമ്പേ ഉള്ള കാര്യങ്ങളാണ് ഇപ്പം പറയുന്നത്. 30 years ago എന്നാണ് തുടങ്ങുന്നത്.
അപ്പം അദ്ദേഹം ആ ഫാർമസിസ്റ്റ് ഇങ്ങനെ അടുത്ത് പറഞ്ഞെന്ന്, ഇനി ഒരു 25 വർഷം ഞാൻ ഇവിടെ ഫാർമസിസ്റ്റായിട്ടിരിക്കും, അതിന് പിന്നെ എന്നെ പറഞ്ഞു വിടും, പെൻഷൻ പറ്റിക്കൊണ്ട് ഞാൻ പോകണം, വീട്ടിൽ പോയി റിട്ടയർഡ് ലൈഫ് ജീവിക്കും, അതാണ് എൻ്റെ ലൈഫിൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞു. അപ്പം ആ ഫാർമസിയിൽ ഇയാൾ ഈ മരുന്നുകളൊക്കെ എടുത്തു കൊടുക്കുന്നില്ലയോ, നമ്മൾ പോകുന്നു ബില്ല് കൊടുക്കുന്നു, അല്ല നമ്മൾ പോകുന്നു പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുന്നു, ഉടനെ ഓരോ ഷെൽഫിലായിട്ട് പോയി അതെല്ലാം എടുത്തു കൊടുക്കുന്നു. ഈ മരുന്ന് എടുത്തു കൊടുക്കുന്ന ജോലിയായിരുന്നു ഇയാൾക്ക്. ഇയാളാണ് ഡോക്ടർ മർഫി എടുത്ത് പറഞ്ഞത്, ഇനി ഒരു 25 വർഷം എനിക്ക് ഈ ജോലി ചെയ്യാം, ചെയ്ത പിന്നീട് അവർ എന്നെ പറഞ്ഞു വിടും, കുറച്ച് പണം തന്നു വിടും, അതോടുകൂടി എനിക്ക് റിട്ടയർഡ് ലൈഫാകും എന്നുള്ള ഒരു ചിന്താഗതിയിൽ ഇരിക്കുന്നവനാണ് അയാൾ. അപ്പം മർഫി പറഞ്ഞു അവൻ്റെ അടുത്ത്, എടേ നീ എന്തിനാ ഇങ്ങനെ 25 വർഷം ഇതേ ജോലി ചെയ്യാൻ പോന്നു, ഈ മരുന്ന് എടുത്ത് കൊടുക്കുന്ന ജോലിയേ ചെയ്യാൻ പോന്നോ? നീ ഒരു കാര്യം ചെയ്, നിനക്ക് നീ ഇങ്ങനെ ഒരു ഫാർമസി ഇടണമെന്ന് ആഗ്രഹമില്ലയോ? നീ എന്നും ഈ കയ്യാളായിട്ട് ഇങ്ങനെ എടുപിടി ജോലി ചെയ്യാനാണോ? നീ ഒരു ഫാർമസി ഇട്, അതിൻ്റെ ഓണറാവ്. നീ ഓണറായിട്ട് ഇരുന്ന് പൈസ മാത്രം വാങ്ങിച്ചിടുന്ന ജോലി ചെയ്, ജോലിക്കാരെ വെയ്യും ബാക്കി കാര്യത്തിനൊക്കെ. ലൈഫ് ലോങ് നീ ഇങ്ങനെ തന്നെ ഇരിക്കും. 25 വർഷം ഞാൻ ഇനി ഇതാ ചെയ്യാൻ പോകുന്നതെന്ന് എന്തിനാ വിചാരിക്കുന്നത്? അത് നിൻ്റെ കൂട്ടം ഒരു മടയൻ ഉണ്ടോ? നീ കുറച്ച് നാൾ ഇവിടെ ജോലി ചെയ്യ്, കാശുണ്ടാക്ക്, കാശിൽ കുറച്ച് ചേർത്ത് വയ്യ്, നാളെ ഒരു കടയിട്, അതിനൊരു മുതലാളിയാവ്, അങ്ങനെയൊക്കെയല്ലേ നീ ചിന്തിക്കേണ്ടിയേ? അല്ലാതെ 25 വർഷം ഞാൻ ഇതേ ജോലി ചെയ്യും, പിന്നെ ഞാൻ റിട്ടയർ ആകും, കിട്ടുന്ന പൈസയും കൊണ്ട് വീട്ടിൽ പോകും, ഇതെന്തൊരു സംസാരമാണ്, ഇതെന്തൊരു ലൈഫാടാ എന്ന് ഇങ്ങേര് ഡോക്ടർ ജോസഫ് മർഫി അവൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് ശരിയാണല്ലോ, അങ്ങനെ ഒരു ജീവിതം ജീവിക്കാമല്ലോ, ഇവനൊരു ഫാർമസി ഇട്ടു, അതേമാതിരി എനിക്കൊരു ഫാർമസി ഇടാമല്ലോ, സത്യം തന്നല്ലോ എന്ന് അതിന് പിന്നെ ഇവന് ഈ മനസ്സിൽ ഇത് തന്നെയാണ്. അവൻ ജോലി ചെയ്യും, ജോലിയും കൃത്യം ചെയ്യും, പക്ഷേ അവൻ്റെ മനസ്സിൽ ഓടിക്കൊണ്ടിരുന്നതൊക്കെ ഈ ജോസഫ് മർഫി പറഞ്ഞതിൻ്റെ പേരിലുള്ള ഇമാജിനേഷൻ എന്ന് വെച്ചാൽ കൽപ്പനയിൽ അവൻ വലിയ ഒരു ഫാർമസി കണ്ടു, അത് ഇവനാണ് ഓണർ, ഇവനാണ് കാശിട്ട് ആ സ്ഥലം വാങ്ങിച്ച് ഫാർമസി കെട്ടി മരുന്നുകളൊക്കെ അടയ്ക്കുന്നു, 4 പേരെ ജോലിക്ക് വെക്കുന്നു, ഇയാളവിടെ കയറി പണപ്പെട്ടിയുടെ അടുത്ത് മാത്രം കല്ലായിലിരിക്കുന്നു. അങ്ങനെ ഇയാൾ വിചാരിച്ചു, ആക്ട് ആസ് ദോ ഐ ആം ആൻഡ് ഐ വിൽ ബി. അതാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, ആക്ട് ആസ് ദോ ഐ ആം. അപ്പം നീ ഇപ്പം ഒരു ഫാർമസിയുടെ സ്വന്തക്കാരനല്ല, പക്ഷേ നീ വിചാരിര്, നീ അങ്ങനെ പെരുമാറ്, അപ്പം നാളെ നിനക്കും ഒരു ഫാർമസി സ്വന്തമാകും, നീയും ഒരു ഫാർമസി ഇടും എന്നാണ്. അതുപോലെയാണ് ബൈബിളിൽ വരെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞ് ഇങ്ങേര് 4 വർഷം കഴിഞ്ഞപ്പം ആ ജോലി കളഞ്ഞിട്ട് ഒരു വലിയ ചെയിൻ ഓഫ് സ്റ്റോഴ്സ്, ഈ ചെയിൻ ഓഫ് ഹോട്ടൽ ഇത്, അതായത് ഒരേ ആൾ ഉടമസ്ഥൻ്റെ ഓരോ സ്ഥലത്തും കുറേ കടകൾ കാണും ഒരേ പേരിൽ. അതുപോലെ ചെയിൻ ഓഫ് സ്റ്റോഴ്സിൽ അവനൊരു മാനേജറായി. അതിന് പിന്നെ എല്ലാ സ്റ്റോറിനെയും നിർവഹിക്കുന്ന ഡിസ്ട്രിക്റ്റ് മാനേജറായപ്പോൾ നല്ല പൈസ വന്നു, പൈസ ചേർത്ത് വെച്ചു, പിന്നെ അവനൊരു ഫാർമസി ഇട്ടു. ആ ഫാർമസിക്ക് എന്തുവാണ് പേര് വെച്ചേ? ഡ്രീം ഫാർമസി എന്ന് വെച്ചാൽ അവൻ്റെ സ്വപ്നത്തിൽ കണ്ട ഫാർമസിയാണ്. അവൻ എങ്ങനെ സ്വപ്നത്തിൽ കണ്ടോ, അവൻ്റെ കാഴ്ചയിൽ വന്നോ, അതേപോലെ ഒരു ഫാർമസി അയാൾക്ക് ഉണ്ടാക്കാൻ പറ്റി. അപ്പം ഇതിൻ്റെ അർത്ഥമാണ് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് നമ്മളെ എത്ര ദൂരം സഹായിക്കാൻ പറ്റും എന്നുള്ളത്. അതുകൊണ്ടാണ് മേക്ക് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് യുവർ പാർട്ട്ണർ ഇൻ സക്സസ് എന്ന് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പം ഞാൻ ഏത് രീതിയിൽ കണ്ടോ അതേപോലെ എനിക്കൊരു ഫാർമസി ഉണ്ടാക്കാൻ പറ്റി എന്ന് അങ്ങേര് പറഞ്ഞു പോലും. അങ്ങനെ അപ്പം ഇതാണ് ഇനി ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അപ്പം ഈ ഉദാഹരണങ്ങളൊക്കെ ആരോ പറഞ്ഞു, എവിടോ പറഞ്ഞു, ഏതൊക്കെയോ ഒരാളിന് സംഭവിച്ചു, അതുകൊണ്ട് എല്ലാവർക്കും നടക്കുമോ ടീച്ചറേ എന്ന് കേൾക്കരുത്. എങ്ങനെ ചിന്തിക്കണം? അവന് നടന്നു,
അപ്പോൾ എനിക്കെന്താ നടക്കരുതാത്തത്? എനിക്കും നടക്കും. അവനെക്കാട്ടിലും മെച്ചപ്പെട്ട രീതിയിൽ ഞാൻ വിഷ്വലൈസ് ചെയ്യും, മെച്ചപ്പെട്ട രീതിയിൽ ഞാൻ ഇമാജിൻ ചെയ്യും. എൻ്റെ കൽപ്പനാശക്തി അവനെക്കാട്ടിലും കൂടുതലാണ്. അപ്പം വലിയ ഒരു ഫാർമസി അല്ല, ചെയിൻ ഓഫ് ഫാർമസീസേ ഞാൻ ഉണ്ടാക്കും എന്ന് വിചാരിക്കണം. അത് നടക്കും. ഓക്കെ. സോ ഇതൊക്കെ കാണുന്നതും കേൾക്കുന്നതും നമ്മൾ മനസ്സിൻ്റെ ഉള്ളിൽ കാണുന്നതൊക്കെ വളരെ നമുക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതുവരെ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ലെങ്കിലും ഇന്ന് മുതലെങ്കിലും നമുക്ക് അങ്ങനെ ചിന്തിക്കാം. ഓക്കെ. നല്ലതേ നടക്കട്ടെ. നല്ലത് നടക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ലോകാസ്തമസ്ത സുഖിനോ ഭവന്തു.